അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 13ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും തനത്തെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. അദ്ദർസു സാലിസ അഷർ 13ാമത്തെ പാഠം ഹബ്ലുല്ലാഹിൽ മതീൻ. നമുക്കപ്പോൾ പാഠം ഒന്ന് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബാണ് ഖുർആൻ. അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട്, നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. അതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. ധിക്കാരം മൂലം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവനെ അല്ലാഹു തആല നശിപ്പിക്കും. അതിലല്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴക്കും. അത് അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്, നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് അത് പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് അത് പഠിച്ച് മതിവരില്ല. ആവർത്തനാധിക്യം കൊണ്ട് അതിൻ്റെ പുതുമ നശിക്കുകയില്ല. അതിലെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഖുർആൻ അനുസരിച്ച് പറയുന്നവൻ സത്യസന്ധനാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. അതനുസരിച്ച് വിധിക്കുന്നവൻ നീതിമാനാണ്. അതിലേക്ക് ക്ഷണിക്കുന്നവൻ നിർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ഈ മുഅ്ജിസത്തിന് പല മുഖങ്ങളുണ്ട്. അവയിൽ ചിലത് താഴെ പറയുന്നവയാണ്. സാഹിത്യമേന്മ. ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമാണ്. അതുപോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായതുപോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. പ്രവചനങ്ങൾ. ഖുർആനിൽ പല പ്രവചനങ്ങളുണ്ട്. അവയിൽ പലതും പുലർന്നു, ബാക്കിയുള്ളവ പുലരാനിരിക്കുന്നു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. സമ്പൂർണ്ണ നിയമങ്ങൾ. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവുമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. സ്വാധീന ശക്തി. ഖുർആനിന് ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ലോകം മുഴുവൻ ഖുർആൻ ആയിരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക മേന്മ. ഖുർആൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ്. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അർത്ഥം: ഖുർആൻ അല്ലാഹു തആലയിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം കാണുമായിരുന്നു. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. അഖീദ വിശ്വാസം, തഫ്സീർ സ്വാധീനം, കലാം വചനം, ഇൽമ് ശാസ്ത്രം, സിക്ർ ഖുർആനിന്റെ ഒരു പേര്, മതീൻ ഉറപ്പുള്ള, സ്രോതസ് ഉത്ഭവസ്ഥാനം, ഹബൽ പാശം അല്ലെങ്കിൽ കയറ്, വജ്ഹുൻ മുഖം, വൃത്താന്തം വർത്തമാനം, പുലർന്നു
സത്യമായി വന്നു. ശാസ്ത്രം അറിവ്, മാനസാന്തരം മനസ്സുമാറൽ, ഇച്ഛാനുസരണം താൽപ്പര്യമനുസരിച്ച്, ഇൽമുൽ അഖ്ലാഖ് സ്വഭാവശാസ്ത്രം കേട്ട മാത്രയിൽ കേട്ട നിമിഷത്തിൽ, ഇൽമുൽ ഫിഖ്ഹ് കർമ്മശാസ്ത്രം, മുതവാത്തിർ ഒരുമിച്ച് കൂടി കളവു പറയൽ സാധ്യതയില്ലാത്തത്ര ആളുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽ ഫറാഗ് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. എല്ലാ വിജ്ഞാനങ്ങളുടെയും ഡാഷ് ആണ് ഖുർആൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്രോതസ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് ഖുർആൻ. 2. പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആരങ്ങളെ ഡാഷ് കൊണ്ടിരിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വാധീനിച്ച്. പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. 3. ഏറ്റവും വലിയ ഡാഷ് ആണ് പരിശുദ്ധ ഖുർആൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സാഹിത്യം. ഏറ്റവും വലിയ സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ. 4. ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് ഡാഷ് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തുല്യമായത്. ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായത് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. 5. മനുഷ്യരുടെ ജീവിത ഡാഷ് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വിജയത്തിന്. മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുക്മിലുൽ ഖാനാത്ത്. ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബ്. അതുപോലെ ഖുർആനിനെ കുറിച്ച് ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ ആ കാര്യങ്ങളെല്ലാം ഈ ബോക്സിൽ എഴുതണം. അപ്പം നോക്കൂ, എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്. അടുത്തത് ഏറ്റവും വലിയ സാഹിത്യം, അല്ലാഹു തആലയുടെ കലാം, അല്ലാഹു തആലയുടെ ശക്തമായ പാശം, തത്വസമ്പൂർണമായ ദിക്ർ, നേർമാർഗം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്. ഇപ്പുറത്ത് ആരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇച്ഛാനുസരണം മാറ്റാൻ കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് പഠിച്ചു മതിവരില്ല. സത്യവും അസത്യവും വേർതിരിക്കുന്നു. അനുസരിച്ച് പറയുന്നവൻ സത്യസന്ധൻ. അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. അനുസരിച്ച് നീതിമാൻ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. 1. ഖുർആൻ എന്നാൽ എന്ത്? ഉത്തരം: ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. 2. പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെക്കുറിച്ച് 4 വാചകം എഴുതുക. ഉത്തരം: ഖുർആൻ അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്, തത്വസമ്പൂർണമായ ദിക്റാണ്, നേർമാർഗമാണ്, ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. 3. പുലർന്ന ഖുർആനിക പ്രവചനത്തിന് ഉദാഹരണം എഴുതുക. ഉത്തരം: ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. 4. പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം: ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടാകി. 5. പരിശുദ്ധ ഖുർആനിന്റെ സാഹിത്യമേന്മയ്ക്ക് തെളിവ് എഴുതുക. ഉത്തരം: ഖുർആൻ പോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായതുപോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം നുൻഷെ ഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വരുന്നതുപോലെ വാചകങ്ങൾ നിർമ്മിക്കണം. 1. മാനസാന്തരം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടാകി. 2. ഇച്ഛാനുസരണം.
ഖുർആനിനെ മാറ്റാൻ കഴിയില്ല. അടുത്തത് കേട്ട മാത്രയിൽ. ഖുർആൻ കേട്ട മാത്രയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാനസാന്തരമുണ്ടാക്കി ഇസ്ലാം സ്വീകരിച്ചു. അടുത്തത് പുലർന്നു. ഖുർആനിലെ പല പ്രവർത്തനങ്ങളും പുലർന്നുകൊണ്ടിരിക്കുന്നു. തദ്രീബാത്തിൽ 6ാമത്തെ പ്രവർത്തനം തഖ്സീസ് ഇജാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. ഇജാസുൽ ഖുർആൻ. ഖുർആൻ അമാനുഷികമായ അത്ഭുത ഗ്രന്ഥമാണെന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് സമർത്ഥിക്കാനാവും. ചിലത് മാത്രം ഇവിടെ സൂചിപ്പിക്കാം. അതിൽ ഒന്ന് പാരായണ രീതി. ഹൃദ്യവും മധുരതരവുമായ പ്രത്യേക പാരായണ രീതി ഖുർആനിനെ മറ്റു മാനുഷിക ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഖുർആൻ ഗദ്യരൂപമോ പദ്യരൂപമോ അല്ല. ഖുർആനിന് മുമ്പോ ശേഷമോ ഈ ശൈലിയിലുള്ള ഒരു ഗ്രന്ഥവും രചിക്കപ്പെട്ടിട്ടില്ല. ഓരോ അക്ഷരവും സുവ്യക്തമാകും വിധം ആശയങ്ങൾ സ്പഷ്ടമാക്കി ഹൃദയം തുളച്ച് കാതുകളെ കുളിരണിയിച്ച് രോമകൂപങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് ഖുർആൻ വചനങ്ങൾ ഒഴുകി പറക്കുമ്പോൾ എതിരാളികൾ പോലും അതിൻ്റെ മാസ്മരികതയിൽ അലിഞ്ഞു ചേർന്നതാണ് ഖുർആനിന്റെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായിരുന്ന ഒരു വേള ഊരിപ്പിടിച്ച വാളുമേന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ്സെടുക്കാൻ ആക്രോശിച്ചിറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഖുർആൻ പാരായണം യാദൃശ്ചികമായി കേട്ടപ്പോൾ ഹൃദയത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് തീർത്ത സംഭവം സുപ്രസിദ്ധമാണ്. പദവിന്യാസത്തിലുമുണ്ട് അമാനുഷികത. ഖുർആനിൽ ഒരക്ഷരവും വെറുതെ വിന്യസിച്ചതായി കാണാൻ കഴിയില്ല. കൃത്യമായ ലക്ഷ്യവും സൂക്ഷ്മമായ ആശയവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അക്ഷരവിന്യാസം അത്ഭുതകരമാണ്. എഴുത്തിലുമുണ്ട് മഹാത്ഭുതം. അള്ളാഹു അവന്റെ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അവൻ അത് അവതരിപ്പിച്ചു. മനുഷ്യരും ജിന്നുകളും എല്ലാം കൂടിച്ചേർന്നാലും അവർ പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്താലും അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് ഖുർആൻ ഖണ്ഡിതമായി പ്രസ്താവിച്ചിരിക്കുന്നു. അറബി സാഹിത്യത്തിന്റെ പരമകാഷ്ഠ പ്രാപിച്ചിരുന്ന സാഹിത്യ കേസരികളാൽ നിബിഡമായിരുന്ന ഖുറൈശികൾക്കാകട്ടെ മറ്റേതെങ്കിലും വിദഗ്ധന്മാർക്കാകട്ടെ ഒറ്റയായോ കൂട്ടായോ ഈ പ്രഖ്യാപനത്തെ എതിരിടുവാൻ കഴിഞ്ഞില്ല. ഈ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമാണെന്നത് വ്യക്തമാണ്. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.